ആര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പപ്പ. You are the Lamb of God. You are the cornerstone, Papa. We praise you. You are the beginning and end. You are the redeeming grace. You are the mighty God. You are the everlasting Father, Papa. Oh, Rikala Barala Shakaralaba. കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അപ്പ അങ്ങാട് വഴിയും സത്യവും ജീവനും അങ്ങാട് ഞങ്ങളുടെ മധ്യസ്ഥൻ. You are our keeper. You are our guardian. Hallelujah. You are our bread of life, Daddy. We praise you. We praise you, our faithful God, our Lord and King. Hallelujah. Rimala barala shakalaba, ritaralaba shakalaba, ritaralaba. Udaladi kalaba. Papa, you are our refuge in trouble. You are our resting place. You are our shelter in the storm, Papa. Hallelujah. You are our light in the darkness. You are our Prince of Life. Papa, ഞങ്ങളെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, വാഴ്ത്തുന്നു കർത്താവേ. Hallelujah. Rimala barala shakaralaba. You are our good shepherd. You are our chief shepherd. Atalaralaba shakalaba. Oh, you are our comfort in grief, Papa. You are the hope of glory. You are our savior from sin. Alaba shakalaba. Oh, we are our defender against evil, Daddy. Urala bishekerebe, dalabara dikerebe shekerebe, urala dikerebe shekaraba riteko rasika baba. ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു, വാഴ്ത്തുന്ന കർത്താവെ സ്തുതിക്കുന്നു. Hallelujah. Wonderful Jesus, Papa. You are our way. You are our truth. You are our glory. You are our high priest. You are our mediator. Hallelujah. Talaralaba shekerebe sendalaraba shandaraba uraragadigasya. You are our promise keeper. You are our refuge. Alaba sheke. അങ്ങ് ഞങ്ങളുടെ സങ്കേതം, ഞങ്ങളുടെ കോട്ട. ഓ ഞങ്ങളുടെ തല ഉയർത്തുന്നവൻ. You are our joy. Hallelujah. Rimalaba. You are our bright morning star. You are our Emmanuel, Papa. We praise you. Our Prince of Peace, Daddy. Udaladi kerebe sheka. You are our chief cornerstone. We praise you. Thank you, Jesus. Hallelujah. Rimala baralaba shekelebe sendalalaba shandaraba udala duragadigasya rikala basandarbe. കർത്താവേ, ഇന്നത്തെ ശുശ്രൂഷയപ്പന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. അങ്ങയുടെ സ്വർഗീയ കരം ശുശ്രൂഷയുടെ ആദ്യോടന്ത കൂടെ ഇരിക്കണമേ കർത്താവേ. ഈ മാസം ഈ നിമിഷം വരെ ഞങ്ങളെ നടത്തിയ ദൈവത്തെ നന്ദിയോട് സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. കടന്നു വരുവാനുള്ളവരെ പരിശുദ്ധാത്മാവ് വേഗം കൂട്ടിവരുത്തുമാറാകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓ റീകാലാബറലബ ശെകെരബെ സെന്തലാലബ ശന്തരബെ ഉടാല ദൂരഗതിഗസ്യ റീകാലബ സന്തരബെ. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് ശുശ്രൂഷിക്കുന്ന ദേവദാസനെ തിരുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ശക്തിയോടെ ശുശ്രൂഷിക്കാൻ സ്വർഗ്ഗമേ എന്നെ സഹായിക്കുമാറാകണമേ അപ്പാ. അങ്ങയുടെ അഭിഷിക്തരെ ശക്തമായ രാത്രി കർത്താവ് എടുത്ത് ഉപയോഗിക്കണമേ. ദൈവത്തിന്റെ സ്വർഗീയ ഹാലലിയ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. അത്തലാരവശന്തരമേ പരിശുദ്ധാത്മാവ് എല്ലാ മക്കളെ അപ്പാവ് വിളിച്ച് കൂട്ടി വരുത്തിയാണ്. ഓ റീകാലമ രാത്രി വിടുതലിന്റെ രാത്രിയായി മാറണമേ കർത്താവേ. ഓ അത്ഭുത രോഗസൗഖ്യം നടക്കട്ടെ കർത്താവേ. അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവേ. ദൈവത്തിന്റെ ആത്മാവ് എല്ലാ മക്കളെയും ഇന്ന് രാത്രി തൊടട്ടെ കർത്താവേ. ഓ മുറിവേറ്റവർ, ഹല്ലേലൂയ, മനം തകർന്നവർ കർത്താവേ, ഇന്ന് രാത്രി കടന്നു വരുമ്പോൾ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. ഓ റീകാലാബരാലാബ ശാന്തലാലബ സമാധാനത്തോടെ സന്തോഷത്തോടെ കർത്താവേ ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് മടങ്ങി പോകുവാൻ സ്വർഗ്ഗ ഇടയാക്കുമാറാകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അന്തലാലബ ശന്തരബേ റീമോ രവശന്തരലബാരികാരഗതിഗസ്യ അഭിഷിക്തരെ കുടുംബത്തെ മിനിസ്ട്രിയെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് കേൾക്കുന്ന വചനം ഞങ്ങളെ 100 പേര് കർത്താവ് കൊണ്ടുവരണമേ. അങ്ങനെ ഞങ്ങൾ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ ശക്തി ഞങ്ങളുടെ മേലെ ഇന്ന് രാത്രി ഇറങ്ങണമേ. ദൈവത്തിന്റെ ആത്മാവിനെ ഞങ്ങളോട് സംസാരിക്കുമാറാകണം കർത്താവേ. ദൈവശബ്ദം കേൾക്കുവാൻ ഇടയാക്കണം കർത്താവേ. ഞങ്ങളിൽ നിന്നൊരു വലിയ രൂപാന്തരം, ഹല്ലേലൂയ. ഓ റീകാലാബര ആത്മീയമായി വളരുവാൻ, ഓ റീകാലമ ഞങ്ങളുടെ ആത്മമനുഷ്യൻ വളരുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെ, ഞങ്ങളുടെ ഡിവൈസസ് എല്ലാം യേശുക്രിസ്തു ഇട്ടാൽ കവർ ചെയ്ത് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓ റീമാലാലബ ശെകെരബെ സ്യാന്തലാലബ
Whatever that is against this meeting, I break it in the mighty name of Jesus Christ. Thank you, Jesus. കർത്താവേ, ഞങ്ങളുടെ സകല പ്രാർത്ഥനയെ പറ്റിക്കേണ്ട കൃപയ്ക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവനിച്ച യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നമുക്കൊരു പാട്ട് പാടി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചിട്ട് കുറച്ചു നേരം ഞാൻ വചന ശുശ്രൂഷിക്കാം. അത് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ നമ്മുടെ നടുവിലുണ്ട്. കർത്താവിൻ്റെ ദാസിന് മുന്നേ നമ്മുടെ ശുശ്രൂഷയുണ്ട്. ഇന്ന് മോഹൻ പാസ്റ്റർ നമ്മുടെ നടുവിൽ ശുശ്രൂഷിക്കുന്ന 8:30 മുതൽ. ഹല്ലേലൂയ. കടന്നു വരുന്നവർ പ്രാർത്ഥനയോടെ കൂടി ആയിരുന്നാട്ടെ. വാഴ്ത്തുക നീ മനമേ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക തൻ ശുദ്ധനാമത്തെ പേർത്ത്, വാഴ്ത്തുക തൻ ശുദ്ധനാമത്തെ പേർത്ത്, പാർത്ഥിവൻ തൻ നാമകാര്യത്തെ ഓർത്തു, പാർത്ഥിവൻ തൻ നാമകാര്യത്തെ ഓർത്തു, വാഴ്ത്തുക നീ മനമേ പരനെ, വാഴ്ത്തുക നീ മനമേ, നന്മയാൽ വാഴ്ക്കവൻ തൃപ്തിയെ തന്നു, നന്മയാൽ വാഴ്ക്കവൻ തൃപ്തിയെ തന്നു, നവ്യമാക്കുന്ന നിൻ യൗവനമിന്നു, നവ്യമാക്കുന്ന നിൻ യൗവനമിന്നു, വാഴ്ത്തുക നീ മനമേ പരനെ, വാഴ്ത്തുക നീ മനമേ, പൊല്ലിനു തുല്യമി ജീവിതം വയലിൽ, പൊല്ലിനു തുല്യമി ജീവിതം വയലിൽ, പൂവെന്ന പോലിതു പോകുന്നതുലകിൽ, പൂവെന്ന പോലിതു പോകുന്നതുലകിൽ, വാഴ്ത്തുക നീ മനമേ പരനെ, വാഴ്ത്തുക നീ മനമേ. ഹല്ലേലൂയ. പുല്ലിന് തുല്യമായിട്ടുള്ള ജീവിതം, പൂവെന്ന പോലെ ഒരു പുഷ്പം വിരിഞ്ഞത് എത്ര ദിവസം നിലനിൽക്കും? അതുപോലുള്ള നമ്മുടെ ഈ ജീവിതത്തെ പോഷിപ്പിക്കാനാണ് ഒത്തിരി പേർ ഈ നാളുകളിൽ ഓടുന്നത്. പക്ഷേ നിത്യതയിലുള്ള ബാങ്കിലെ അക്കൗണ്ട് നമ്മൾ എത്ര പേർ നിറയ്ക്കുന്നുണ്ട്? ഹല്ലേലൂയ. കാലാഭാഷയ്ക്ക് നമുക്ക് വേണ്ടി ജീവൻ തന്ന് നമ്മുടെ അകൃത്യങ്ങളെല്ലാം മോചിച്ച്, ഹല്ലേലൂയ, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കി, ഹല്ലേലൂയ, നമുക്ക് നിത്യജീവൻ തന്ന കർത്താവിനെ നമുക്ക് ഇന്ന് രാത്രി സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. നമുക്ക് വേഗം വചനത്തിലേക്ക് കടക്കാം. ഹല്ലേലൂയ. നമ്മുടെ കുറിവാക്യം ഇങ്ങനെയാണ്: അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷത്തിന്റെ 2-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ അതിന്റെ 7-ാമത്തെ വാക്യം. ഹല്ലേലൂയ. 7-ാമത്തെ അല്ല, ഹല്ലേലൂയ, 5-ാമത്തെ വാക്യം. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവാ ദൈവമേ, ഈ വചനത്തിന്റെ ആഴത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചാട്ടെ. ഹല്ലേലൂയ. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്ന പാടിന്റെ നാവോട് പരിശുദ്ധാത്മാവ് കൂടെ ഇരുന്നാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കേൾക്കുന്ന ഈ വചനം കർത്താവേ, ഹല്ലേലൂയ,
ഓ റീകാലമസ്യ റിബരബശന്തരബേ. കർത്താവെ, കടന്നു വരുന്ന ജനത്തിന് അങ്ങയുടെ മക്കൾക്ക് ഇന്ന് വലിയ വിടുതലാക്കി കർത്താവ് മാറ്റുന്നതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന അപ്പ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവ പൈതലിന്റെ ചില കടപ്പാടുകളെ കുറിച്ചാണ് ഇന്ന് ഈ വചനത്തിലൂടെ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇതൊന്ന് തൊട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവ് വേറെ ചില ഡയറക്ഷൻസിലേക്കാണ് കൊണ്ടുപോകുന്നത്. കർത്താവിനെ നമ്മൾ രക്ഷിതാവായി സ്വീകരിച്ച ഓരോ ദൈവ പൈതലിനും വിലപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. വിലപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. ഓ റീമാല ശാന്തരലബ. നമ്മൾ ആത്മഭാരമുള്ളവരായിരിക്കണമെന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ശുശ്രൂഷകരാണ്. ഹല്ലേലൂയ. റീകാലബസ്യ. ആ കല്യാണ വീട്ടിൽ, അതിന്റെ സ്റ്റോറി ഒന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ആ കല്യാണ വീട്ടിൽ എന്താണ് നടന്നതെന്ന് നമുക്കറിയാം. ഹല്ലേലൂയ. ധാരാളം അതിഥികൾ അവിടെ ഉണ്ടായിരുന്നു. മറിയയും അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ മറിയയ്ക്ക് നമ്മൾ അത് വായിച്ച് ധ്യാനിക്കുമ്പോൾ ആ വീടുമായിട്ട് വലിയൊരു ബന്ധം ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഹല്ലേലൂയ. അത് എന്ത് ബന്ധമാണെന്ന് അവിടെ എഴുതിയിട്ടില്ല. പക്ഷേ ആ മറിയ ആ വീട്ടിൽ ചെന്നപ്പോൾ ആ വീടുമായി ഹല്ലേലൂയ എന്താ പറയാ, ആത്മാർത്ഥമായ ഒരു സഹകരണം കാണിച്ചതായിട്ട് നമുക്ക് കാണാം. ഹല്ലേലൂയ. റീകാലമസ്യ. ആ വീടിന്റെ ഇപ്പോഴത്തെ പോരായ്മകൾ അവൾ മനസ്സിലാക്കി. ഹല്ലേലൂയ. നമുക്കറിയാം, അത് രഘൂത മാരേജ് ആയിരുന്നു. ഹല്ലേലൂയ. കലാബാഷേക്കോറസ്യ. നമ്മളാണ് ഒരു ഭവനത്തിൽ നമ്മൾ കടന്നു ചെന്നാൽ, ഹല്ലേലൂയ, നമ്മൾ ഒരു പക്ഷേ മറിയ അവിടെ ചെന്നപ്പോൾ അവിടെ നേരെ കയറി ചെന്നത് അവരുടെ കിച്ചണിലേക്കാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം മറിയയ്ക്ക് അവിടെ എത്രമാത്രം ആ ഭവനത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നതായിട്ട്. ഹല്ലേലൂയ. ഈ ഒരു പക്ഷേ അവിടുത്തെ സിറ്റുവേഷൻ വീഞ്ഞു തീർന്നു എന്നുള്ളതായിരുന്നു അവിടുത്തെ സിറ്റുവേഷൻ. ഹല്ലേലൂയ. ഒരു പക്ഷേ അവർ വിളിച്ചതിലും അധികം ആൾക്കാർ അവിടെ വന്നിരുന്നു. ഹല്ലേലൂയ. നമുക്ക് മനസ്സിലാക്കാം അവിടെ യേശു കർത്താവും ശിഷ്യന്മാരും വരുന്നു എന്ന് അറിഞ്ഞിട്ടായിരിക്കണം അവിടെ വളരെയധികം ജനം അവിടെ കടന്നു വന്നത്. ഹല്ലേലൂയ. നമ്മളെ ദൈവാലോചന, ദൈവത്തിന്റെ ആത്മാവ് ചില കാര്യങ്ങൾ നമ്മളെ ഓർപ്പിക്കുകയാണ്. നമ്മൾ സുവിശേഷം പറയുവാൻ, നമ്മൾ മറ്റു ഭവനങ്ങളിൽ പ്രാർത്ഥിക്കാനും, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് നമ്മുടെ ഭവനത്തിൽ വന്നാലും, ഹല്ലേലൂയ, നമ്മൾ അവരുടെ ആവശ്യം എന്താണെന്ന് നമ്മൾ ആരായാറുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ ചോദിക്കാറുണ്ടോ? ഹല്ലേലൂയ. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ, അവരുടെ വേദനകളിൽ, അവരേത് ഒരു വിഷയത്തിന്റെ, ചിലപ്പോൾ നമുക്കറിയാം പല ഭവനങ്ങളിലും ഞാൻ പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട്, സുവിശേഷം പറയാൻ പോയിട്ടുണ്ട്. പലരും ഞങ്ങളെന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ ചോദിക്കും എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുണ്ടോ? അപ്പൊ അവർ ചില കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷെ യഥാർത്ഥ വിഷയങ്ങൾ എന്ന് ഒരുപക്ഷെ അപരിചിതരായ നമ്മൾ ചെല്ലുമ്പോൾ അവർ നമ്മളോട് പറയണമെന്നില്ല. പക്ഷെ അവിടെ നമുക്ക് മനസ്സിലാക്കാം, മറിയ ആ ഭവനത്തിൽ ചെന്നപ്പോൾ മറിയയോട് ഹല്ലേലൂയ ആ വിഷയം അവർ പറഞ്ഞു. നമുക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കല്യാണത്തിന് ഇങ്ങനെ വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ സന്തോഷമില്ല. അവരുടെ ഒരു വലിയ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് അത്. അവരുടെ ആ ഒരു ഭവനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിന്ദയുടെ അവസ്ഥയാണ്. യേശു കർത്താവ് ചുവട് വെച്ച ഭവനങ്ങളിൽ നിന്ന മാറിപ്പോയിട്ടുണ്ട്, നിന്ന ഉരുണ്ട് മാറിയിട്ടുണ്ട്. ഇന്ന് രാത്രി വചനം കേൾക്കുന്നവരുടെ ഹല്ലേലൂയ ഭവനങ്ങളിൽ, ഹല്ലേലൂയ, നിങ്ങൾ ഒരു പക്ഷേ ചില നിന്ദകളിൽ, ചില അപമാനങ്ങളിൽ, ചില ചാച്ചക്കാര് സ്വന്തക്കാരുടെ വാക്കുകളുടെ മുന്നിൽ അപമാനിതരായി നിൽക്കുവാണ്. കുടാലക ശന്തരവേ, ഇന്ന് രാത്രി യേശു കർത്താവ് നിങ്ങളുടെ ഭവനത്തിൽ വരികയാണ്, നിന്ന ഉരുണ്ട് മാറുകയാണ്. അവിടെ യേശുവിനോട് പറയുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം വളരെ കാത്തലിക്സ് ഒക്കെ വളരെ ഒരു കോൺട്രവേഴ്സി ആയിട്ട് എടുക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഹല്ലേലൂയ. ഇവിടെ മറിയ ചെയ്ത് നോക്കൂ, തന്റെ പ്രശ്നം പറയേണ്ട ആള് ആരാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ആ വ്യക്തിയോട്, യേശുവിനോട് പറയാനാണ് അവിടെ മറിയ അവിടെ ഇരുന്ന ജനത്തോട്, ശിഷ്യന്മാരോട് പറയുന്നത്. ഹല്ലേലൂയ. എന്താണ് പറഞ്ഞത്? വീഞ്ഞു പോരാതെ വരുന്നു എന്ന് കണ്ടപ്പോൾ മറിയ അകത്ത് നിന്ന് മറ്റു പലരോടും ചേർന്ന്, നമ്മളാണെങ്കിൽ അറിയാം നമ്മുടെ ഒരു സൊസൈറ്റിയില്
ഒരു ഭവനത്തിൽ ഇങ്ങനെ നടന്ന എല്ലാവരും കൂട്ടം കൂടിയുന്ന രഹസ്യം പറയുമ്പോൾ ഭവനത്തിന് വിരോധമായിട്ട് സംസാരിക്കും. അവരെ എങ്ങനെയെല്ലാം നിന്നാപാത്രമാക്കി തീർക്കാം. ദൈവ മക്കൾ ഉൾപ്പെടെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മള് യേശു കർത്താവിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ് ദൈവമക്കളെ ഈ ഭൂമിയിൽ. അംബാസഡേഴ്സ് ഓഫ് ജീസസ്. ഒരു ഭവനത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ, ഒരു ബിലീവറിന്റെ ഹല്ലേലൂയ വളരെ വിഷമകരമായ നിന്ദാപാത്രമായ ചില വിഷയങ്ങൾ കേൾക്കുമ്പോൾ അവരെ വീണ്ടും നമ്മൾ മുറിവേൽപ്പിക്കുന്നവരായി തീരരുത്. അവരെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും അവർക്ക് വേണ്ടി അവരെ യേശു കർത്താവിലേക്ക് കണക്ട് ചെയ്യുക. നമ്മളിലേക്കല്ല നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. പലപ്പോഴും ഞാൻ പലരിലേക്ക് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. വിഷയം കേൾക്കുന്ന വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തിലേക്കാണ് വലിച്ചു കൊണ്ടുപോകുന്നത്. യഥാർത്ഥത്തിൽ എത്ര പേരാണ് യേശു കർത്താവിലേക്ക് ജനത്തെ നയിക്കുന്നവർ? നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ മറിയ ചെയ്ത നല്ല കാര്യങ്ങൾ അവിടെ നോക്കിക്കേ. അവൾ ഒരിക്കലും മാറിയിരുന്നവരെ കുറ്റം പറയുകയോ നിന്ദിക്കുകയോ അപമാനിക്കുകയോ ചെയ്തില്ല. മറിച്ച് ആ നിന്ന എങ്ങനെ ഉരുട്ടി മാറ്റാൻ കഴിയുമെന്നാണ് അവൾ ഇവിടെ ശ്രമിച്ചത്. ഹല്ലേലൂയ. അവർ പറഞ്ഞത് എന്താണ്? യേശുവിനോട് മാത്രം പോയി പറയുക. നമ്മുടെ ജീവിതത്തില്, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് പറയാം. പലപ്പോഴും പല പ്രശ്നങ്ങളും ചിലരോട് പറഞ്ഞ നിമിത്തമായിട്ട് നമ്മൾ കൂടുതൽ നിന്ദാപാത്രങ്ങളായി തീർന്നവരുണ്ട് അല്ലെ. എന്നാൽ യേശു കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് നമ്മുടെ ഹൃദയം കർത്താവിന്റെ പാദത്തിലാണ് ദൈവമക്കളെ നമ്മൾ പകരേണ്ടത്. അല്ലെങ്കിൽ അത്രയും നമ്മളെ വിശ്വസ്തരായി നമ്മുടെ ദൈവമക്കൾ അത്രയും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും എന്ന് അറിയാവുന്ന ദൈവമക്കളോടും ദേവദാസിമാരോടും മാത്രമേ നമ്മുടെ വിഷയങ്ങൾ ഷെയർ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കർത്താവിന്റെ പാദപീഠത്തിൽ നമ്മൾ ഇരുന്നാ മതി. നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി ഹല്ലേലൂയ ലഭിക്കും. ഹല്ലേലൂയ. ഇവിടെ വീഞ്ഞില്ല എന്ന് മറിയ യേശുവിനോട് പറഞ്ഞു. അതുകൊണ്ട് അവിടെ നമ്മൾ നോക്കി, അതുകൊണ്ട് കുറച്ച് പച്ചവെള്ളം എടുത്ത് വീഞ്ഞാക്കി തരാമെന്നല്ല കർത്താവോട് പറഞ്ഞത്. ഹല്ലേലൂയ. യേശുവിനോട് പറഞ്ഞത് എന്താണ്? യേശു ആരാണെന്ന് മറിയയ്ക്ക് നല്ലോണം വെളിപ്പെട്ട് കിട്ടി. ഹല്ലേലൂയ. അത് വാഗ്ദത്ത സന്തതിയാൽ, അത് ജനത്തെ രക്ഷിക്കാൻ വരുന്ന രക്ഷകനാണ്. അത്ഭുതമന്ത്രി, വീരനാം ദൈവം, സകലത്തിനും മതിയായവനാണ്, സകലത്തെ ഉളവാക്കിയവനാണ്, ആദിമുതൽ ഉള്ളവനാണ്. മറിയക്കതറിയാമായിരുന്നു. യേശു അവിടെ പിന്നെ നമ്മളെ കാണുന്നത് കൽപാത്രത്തിന്റെ ആ 3 പ്രത്യേകതകൾ കൂടി പറഞ്ഞിട്ട് ഞാൻ കർത്താവദാസിന്റെക്ക് കൊടുക്കാം. അവിടെ കാനാവിലെ കല്യാണ വീട്ടിൽ നമ്മൾ കണ്ടു 2 വിധത്തിൽപ്പെട്ട തുരുത്തികൾ അവിടെ കണ്ടു. അകത്ത് ഏറ്റവും നല്ല വീഞ്ഞ് നിറച്ചു വെച്ചിരിക്കുന്ന പാത്രങ്ങൾ അഥവാ തുരുത്തി. അതിനകത്തും നാടുവാഴിയുടെ സംരക്ഷണത്തിലാണ് അതിലിരിക്കുന്നത്, നമുക്കറിയാം. ഹല്ലേലൂയ. അപ്പൊ അതിൽ നല്ല വീഞ്ഞ് ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ, നമുക്കറിയാം യഹൂദ ജനത്തിന്റെ അവരുടെ ലൈഫ് സ്റ്റൈലിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വീഞ്ഞ്. ഹല്ലേലൂയ. ആ പാത്രങ്ങൾ നോക്കൂ, വളരെ മനോഹരമാണ്. അതില് വീഞ്ഞ് നിറച്ചുകിട കഴിയുമ്പോൾ വളരെ മനോഹരമാണ് അത് കാണാൻ. ഹല്ലേലൂയ. അത് രുചിച്ചാലും വളരെ നല്ല ടേസ്റ്റ് ആണ്, എല്ലാവരും ആകർഷിക്കപ്പെടും. ഹല്ലേലൂയ. എന്നാൽ യേശു കർത്താവ് നോക്കിയത് എവിടെയാണ് ദൈവമക്കളെ? മറ്റൊരു കൂട്ടം പാത്രങ്ങളിലേക്കാണ്. പുറത്തിരിക്കുന്ന പാത്രങ്ങളെയാണ്. യോഗ്യതമില്ലാത്ത എന്നെ നിങ്ങളെയുമാണ് സ്വർഗത്തിലെ കർത്താവ് കണ്ടത്. നമ്മൾ യോഹന്നാൻ സുവിശേഷം 2:6-7 വായിക്കുന്ന ഇങ്ങനെയാണ്: യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വെള്ളം വീതം കൊള്ളുന്ന 6 കൽപാത്രങ്ങൾ ഉണ്ടായിരുന്നു. അത് ആക്ച്വലി അവിടെ വെച്ചിരുന്നത് അവിടുത്തെ എന്താ പറയാ യഹൂദന്മാരുടെ ഹല്ലേലൂയ ശുദ്ധീകരണത്തിനുള്ള കൽപാത്രങ്ങളാണ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അത് വെറും ഒരു കൽപാത്രങ്ങളായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിക്കേ, അത് വിലപിടിപ്പുള്ള ഒരു വീഞ്ഞ്,
ഒരിക്കലും ഹല്ലേലൂയ തള്ളപ്പെട്ട് പുറത്ത് കിടക്കുന്ന ഈ കൽപാത്രത്തിൽ ഒഴിക്കാൻ യാതൊരു ചാൻസും ഇല്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ ഓർപ്പിക്കുകയാണ്, ആർക്കും വേണ്ടാത്ത നിന്നെ എല്ലാ ഇടങ്ങളിലും ഒഴിവാക്കപ്പെട്ട നിന്നെ എനിക്ക് വേണം. നല്ല വീടാക്കി ഇതുവരെ നൽകാത്ത മധുരിക്കുന്ന ചില അനുഭവങ്ങൾ, ചില നന്മകൾ ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് തരുവാൻ ആഗ്രഹിക്കുന്നു. ഈ കൽപാത്രങ്ങളാണ് ദൈവം ദൈവം ഉപയോഗിച്ചത്, യേശു കർത്താവ് ഉപയോഗിച്ചത്. ഹല്ലേലൂയ. വിരുന്ന് വഴി കണ്ട തുരുത്തിയിൽ വീഞ്ഞ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, എന്നാൽ യേശു കണ്ട തുരുത്തിയിൽ വക്കോളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് പറയുന്നു, പാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ എന്ന് മാത്രം പറയുകയായിരുന്നു. ഹല്ലേലൂയ. ഈ കൽപാത്രം പഴയതല്ല, അകത്തിരിക്കുന്ന പഴയ തുരുത്തിയിൽ യേശു പച്ചവെള്ളം നിറച്ചിട്ട് കൊണ്ടുപോയി കൊടുത്തിരുന്നെങ്കിൽ പറഞ്ഞേനെ, ഓക്കെ, അതിന്റെ ബാക്കി ഉള്ളതില് വെള്ളം നിറച്ചു കൊണ്ടുവന്നെന്ന് പറയും. അതുകൊണ്ടാണ് കർത്താവ് എപ്പോഴും കർത്താവിന്റെ മഹത്വം ഒരിക്കലും മനുഷ്യർക്ക് വിട്ടുകൊടുക്കത്തില്ല. ദൈവമക്കളെ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവരാണ് എന്റെ കർത്താവ്. ചന്ദ്രമേ പുറമേ തള്ളിയിട്ടിരുന്ന കൽപാത്രങ്ങളെ ഉപയോഗിക്കുന്നവരാണ് നമ്മുടെ കർത്താവ്. യോഗ്യത നോക്കാത്തവരാണ് എന്റെ കർത്താവ്. എല്ലാവരും തള്ളപ്പെട്ടവരെയാണ് എന്റെ കർത്താവ് നോക്കുന്നത്. നിന്നാ മാത്രം അപമാനതയായി ആർക്കും വേണ്ടാതെ മാറിക്കിടക്കുന്ന കൽപാത്രങ്ങളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കും, നിങ്ങളെ ഉപയോഗിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിന് യേശു കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് അതിനെ കണ്ടതിനാൽ അതിനുള്ളിലെ വസ്തുവിന് നിറത്തിലും ഗുണത്തിലും മാറ്റമുണ്ടായി. യേശു കർത്താവ് നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ്. നമ്മൾ അനേകർക്ക് മധുരമായി തീരും, നമ്മൾ അനേകർക്ക് ഒരു ബ്ലെസ്സിംഗ് ആയി തീരും. നമ്മൾ കയറി ചെന്നാൽ അനുഗ്രഹമായിരിക്കും. നമ്മൾ എന്ത് കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്താലും അതൊരു ബ്ലെസ്സിംഗ് ആയിരിക്കും. ദൈവമക്കളെ, നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവരായി തീരും. നമ്മൾ മറ്റുള്ളവരെ നമ്മൾ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നവരായിരിക്കും, മറ്റുള്ളവരെ ഹല്ലേലൂയ താങ്ങുന്നവരായി തീരും. ഹല്ലേലൂയ. ആരും ഒരിക്കലും ഉപയോഗിക്കപ്പെടാത്ത കൽപാത്രത്തെ കർത്താവ് ഏറ്റവും ശ്രേഷ്ഠമേറിയ വീഞ്ഞുള്ള കൽപാത്രങ്ങളാക്കി കർത്താവ് അതിനെ മാറ്റി. ഹല്ലേലൂയ. ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ദൈവമക്കളെ? ഹല്ലേലൂയ. പക്ഷെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിന്റെ തടസ്സം എന്താണ്? ഹല്ലേലൂയ. അതിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ചോദ്യം ചെയ്യാതെയുള്ള അനുസരണം. ഹല്ലേലൂയ. കർത്താവ് കൽപ്പിച്ചു, അവരനുസരിച്ചു. ഹല്ലേലൂയ. അതിന്റെ എന്താ പറയാ, ഈ കൽപാത്രങ്ങൾ വെള്ളം നിറപ്പിനെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ശുശ്രൂഷക്കാർ അതുപോലെ അനുസരിച്ചു. ഹല്ലേലൂയ. പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്ന യേശു എന്ന തച്ചൻ അവരുടെ ദൃഷ്ടിയിൽ ഹല്ലേലൂയ അത്ഭുതമായി തീർന്നു. ഹല്ലേലൂയ. നമ്മളെ കാണുമ്പോൾ ചിലപ്പോൾ ഹല്ലേലൂയ പലരും പറഞ്ഞു കാണും, ഹല്ലേലൂയ നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ പാട്ടുപാടി കൊട്ടി നടക്കുന്നവരല്ലേ, ബഹളം ഉണ്ടാക്കുന്നവരല്ലേ, ഹല്ലേലൂയ അങ്ങനെ മറ്റത് മറിച്ചത് ഒക്കെ പറയും. പക്ഷേ നമ്മളിലൂടെ ഹല്ലേലൂയ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിലൂടെ ശ്രേഷ്ഠകരമായ ഹല്ലേലൂയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നമ്മളിലൂടെ യേശു കർത്താവ് ചെയ്യുന്ന മക്കളെ. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, ശുശ്രൂഷയിൽ
ആത്മാർത്ഥതയുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഈ ശുശ്രൂഷക്കാരുടെ പ്രവൃത്തി തെളിയിക്കുന്ന രണ്ടാമത്തെ കാര്യം, ഹല്ലേലൂയ, അവർക്ക് തികഞ്ഞ ആത്മാർത്ഥതയുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവരോട് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ കർത്താവ് കൽപ്പിച്ചതുപോലെ തന്നെ അവർ വക്കോളം നിറച്ചു. ഹല്ലേലൂയ. ഉടാളാശിക്കോ റസ്യ 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രങ്ങൾ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ആക്ച്വലി ഹല്ലേലൂയ ഇവിടെ പറയുന്ന പറ ഏകദേശം 35 ലിറ്റേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു കൽപാത്രത്തിൽ നിയർലി 600 ലിറ്റേഴ്സ് എങ്കിലും വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പം നമ്മൾ ആലോചിച്ച് 5 അപ്പോൾ 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കർത്താവ് 12 കൊണ്ട് ശേഷിപ്പിച്ചതുപോലെ ഹല്ലേലൂയ ഒരു വലിയ മിറക്കിൾ തന്നെയാണ് ആദ്യ അടയാളത്തിൽ യേശു കർത്താവിലൂടെ നടന്ന അത്ഭുതം. പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന വേറൊരു കാര്യമാണ്, കർത്താവിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിന്റെ ശുശ്രൂഷയിൽ ഉദാസീനതയോടെ നമ്മൾ ചെയ്യരുത്. അല്ലെങ്കിൽ കർത്താവിനെ അനുസരിച്ച് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി നമ്മൾ കർത്താവിനെ സേവിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ചെയ്യുന്നതാണ് കർത്താവിന്റെ വശം. 1 കൊരിന്ത്യർ 15 നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. ഹല്ലേലൂയ. ഒരു പക്ഷേ ദൈവമക്കളെ, നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ കുറ്റപ്പെടുത്തുകയും കുറ്റം കണ്ടുപിടിക്കുന്ന ജനമായിരിക്കും നമുക്ക് ചുറ്റും. പക്ഷേ സ്വർഗം നമ്മളെ കാണുന്നു. സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലമുണ്ട്. ഇവിടെ ആരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ നിന്ന് ഒരിക്കലും നമുക്ക് കർത്താവിന്റെ വേല ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, കർത്താവ് ഏൽപ്പിക്കുന്നതിൽ വിശ്വസ്തത പാലിക്കണം. ഹല്ലേലൂയ. ഇപ്പോൾ കോരി വിരുന്ന് വാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പിൻ എന്ന് കർത്താവ് പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. കർത്താവ് പറയുന്നത് ചോദ്യം ചെയ്യാതെ അനുസരിക്കുകയും ചെയ്യുന്നതിൽ തികഞ്ഞ ആത്മാർത്ഥത ഉണ്ടായിരുന്നതിനാൽ ഹല്ലേലൂയ അവിടെ ദൈവകൃപ വ്യാപരിച്ചു. അവിടെ അത്ഭുതം നടന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് ചെയ്ത അത്ഭുതത്തിന്റെ 3 ലക്ഷ്യങ്ങൾ എന്താണ്? 1, ദൈവമഹത്വം അവിടെ വെളിപ്പെട്ടു. യേശു ആരാണെന്ന് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ജനത്തിനും സ്വർഗത്തിലെ കർത്താവ് വെളിപ്പെടുത്തി. ഹല്ലേലൂയ. ആ ഭവനത്തിലെ വിഷമതകൾ മുഴുവൻ നീങ്ങി ആ ജനം സന്തോഷപൂർണരായി തീർന്നു. ഹല്ലേലൂയ. നിന്നയുടെ ഭവനമായി തീരേണ്ട ഭവനം സന്തോഷപൂർണമായി തീർന്നു. ഹല്ലേലൂയ. നമ്മുടെ ഭവനങ്ങളിൽ ദിവസം ഹല്ലേലൂയ ഏത് അവസ്ഥയിലൂടെ കടന്നു പോകുന്നെങ്കിൽ സന്തോഷത്തിന്റെ ദിവസങ്ങളാണ്. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിക്കുന്നതാണല്ലോ, കർത്താവിൽ വിശ്വസിക്കുന്നവരാരും ലജ്ജിച്ചു പോകത്തില്ല. ലജ്ജിക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഞാൻ ഒരു സാക്ഷ്യം കൂടി നിങ്ങളോട് പറഞ്ഞ് ഞാനത് വേഗം ക്ലോസ് ചെയ്യാം. ഹല്ലേലൂയ. ഗൾഫിൽ വെച്ച് ഹല്ലേലൂയ നമുക്ക് അറിയപ്പെടുന്ന ഒരു വലിയ ദേവദാസനും ഭാര്യ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അവർ 1-2 വർഷമായിട്ട് അവരുടെ ലക്ഷറി കാര്യങ്ങൾക്ക് ചെലവാക്കുന്ന കാശെല്ലാം മാറ്റിവെച്ച് അവരൊരു വണ്ടി വാങ്ങാനായിട്ട് അവര് വളരെ എന്താ പറയുക ആവറേജ് ആയിട്ടുള്ള ഫുഡ് കഴിച്ച് അവരുടെ എന്റർടൈൻമെന്റ്സ് എല്ലാം മാറ്റിവെച്ച് എല്ലാം അവർ സ്വരൂപിച്ച് കുറച്ച് ക്യാഷ് ഉണ്ടാക്കി വെച്ചു. കാരണം അവർക്കൊരു വണ്ടി വേണം. ഹല്ലേലൂയ. കർത്താവിന്റെ വേലയ്ക്ക് തന്നെ യൂസ് ചെയ്യാറ്. നമ്മൾ അറിയപ്പെടുന്ന ഒരു ദേവദാസിയാണ്. ഹല്ലേലൂയ. ആ വണ്ടി വാങ്ങാനുള്ള കാശ് ഇവര് സ്വരൂപിച്ചു കഴിഞ്ഞപ്പോൾ ഇവരോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, എല്ലാം റെഡി ആയി കഴിഞ്ഞ് അവർ വളരെ സന്തോഷിച്ചിരിക്കുക. ആ ബൈക്ക് വാങ്ങാമല്ലോ, കർത്താവിന്റെ വേലയ്ക്ക് തന്നെയാണല്ലോ. കർത്താവ് പറഞ്ഞു, ഈ ക്യാഷ് നിങ്ങൾ സ്വരൂപിച്ചു വെച്ച ക്യാഷ് വേറൊരു ദൈവ പൈതലിന് നിങ്ങൾ കൊണ്ടുകൊടുക്കണം. ഇത് ഗൾഫിൽ നടന്നൊരു കാര്യമാണ്. കൊണ്ടുകൊടുക്കാൻ പറഞ്ഞത് ഒരു ഫോറിനറിന്റെ ഹൗസായിരുന്നു. ആ മനുഷ്യൻ കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. ഇവർ എന്ത് ചെയ്തു? ഭാര്യ പറഞ്ഞു, നമ്മൾ അനന്യാസ് സഫീറയുടെ കഥ പറയണ മാറി തന്നെ ഭാര്യ പറഞ്ഞു, ഫുൾ ക്യാഷ് നമ്മൾ കൊടുക്കണ്ട, കുറച്ച് നമുക്ക് മാറ്റി വെക്കാം, ബാക്കി ക്യാഷ് കുറച്ച് നമുക്ക് അവിടെ കൊണ്ട് കൊടുക്കാം. അങ്ങനെ ഇവർ കർത്താവ് പറഞ്ഞ ആ ഭവനത്തിലേക്ക് ചെന്നു. മുട്ടി ആ ദേവദാസൻ ഡോറ് തുറന്നു. അപ്പൊ പറഞ്ഞു, അവർക്കും ആ ദേവദാസനും കർത്താവ് ഒരു വിഷൻ കൊടുത്തിരുന്നു. ഇങ്ങനെ ഒരു കൂട്ടർ വരും,
അവർ കുറച്ച് ക്യാഷുമായിട്ട് വരുമെന്ന്. ഹല്ലേലൂയ. ആ ദേവദാസൻ എൻ്റെ കാര്യം നോക്കിയ ഇങ്ങനെയാണ്. ആ ദേവദാസന് ഒരു മകൻ ഫോറിൻ കൺട്രിയിൽ പഠിക്കുന്നുണ്ട്. അവനൊരു വാഹനം വാങ്ങി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ക്യാഷ് എടുത്ത് ചിലവാക്കി ഒരു ബൈക്ക് വാങ്ങി വെച്ചിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ആ മകൻ പെട്ടെന്ന് അവൻ വേറൊരു കൺട്രിയിലേക്ക് പോയത് കാരണം ആ ബൈക്ക് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഇവര് വന്നു, ആ ദേവദാസിന് മുന്നേ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളോട് ഇങ്ങനെ ദൈവം പറഞ്ഞു ഈ കൂട്ടി വെച്ച ക്യാഷ് നിങ്ങൾക്ക് തരാനായിട്ട്. അങ്ങനെ അവര് എന്താ പറയാ, ഭാര്യ പറഞ്ഞു മുഴുവൻ കൊടുക്കണ്ട, പകുതി അവരുടെ ബാഗിൽ വെച്ചു, പകുതി അവർ കൊടുത്തപ്പോ ആ ദേവദാസൻ പറഞ്ഞു, ദൈവം എനിക്ക് കാണിച്ചു തന്നത് എമൗണ്ട് ഇതല്ല. എന്നിട്ട് അവരിങ്ങനെ കുറച്ച് കഴിഞ്ഞു ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, വേണ്ട നമുക്ക് മുഴുവൻ അങ്ങ് കൊടുത്തു കഴിയാം, അല്ലെങ്കിൽ ഇതൊരു അപകടമായി തീരും, ദൈവത്തിൽ നിന്ന് നമുക്ക് ശിക്ഷ വരും. കാര്യം കർത്താവ് നമ്മളോട് മുഴുവൻ കാശ് അവർക്ക് കൊടുക്കാനാണ്. നോക്കണേ ദൈവമക്കളെ, ദൈവം പറഞ്ഞത് അവർ ഫുള്ളി അനുസരിച്ചപ്പോൾ ആ ഫുൾ ക്യാഷ് ആ ദേവദാസന് കൊടുത്തപ്പോൾ ദേവദാസൻ വാങ്ങി വെച്ച ആ പുതിയ ബൈക്കിന്റെ താക്കോലിട്ട ഒരു ബോക്സ് അവരുടെ കയ്യിൽ കൊടുത്തു. അവർക്ക് അത്ഭുതമായി തീർന്നു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മളെ ചോദിക്കണത്, നമ്മൾ എന്താ പറയുക, നമ്മുടെ പ്രയത്നം കൊണ്ട് പല കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ ചെയ്യും. ഹല്ലേലൂയ. പക്ഷെ ദൈവം നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ അതനുസരിച്ചാൽ, നമ്മൾ ആഗ്രഹിക്കുന്നതിനും ഒരു പക്ഷെ അവർ വാങ്ങാനിരുന്ന ബൈക്കിന് മേ ബി ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്കായിരിക്കും വാങ്ങിക്കുന്നത്. പക്ഷേ ഏറ്റവും അവരുടെ ആ കാലത്തുള്ള വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ബൈക്ക്, എന്താ പറയുക, ആ ക്യാഷ് ആ ദേവദാസന് കൊടുക്കുകയും അതിനേക്കാളും വില കൂടിയ ഒരു പുതിയ ബൈക്ക് ഹല്ലേലൂയ സ്വർഗത്തിലെ കർത്താവ് അവർക്ക് കൊടുക്കുവാനിടയായി. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന ഇതാണ്. ഹല്ലേലൂയ. യേശു എന്താണ് നമ്മളോട് പറഞ്ഞത്, യേശു കർത്താവ് നമ്മളോട് എന്താണ് കൽപ്പിച്ചിട്ടുള്ളത്, നമ്മൾ അത് അനുസരിച്ചാൽ തീർച്ചയായും നമ്മുടെ മേലെ ദിവസങ്ങൾ ബ്ലെസ്സിങ്സ് ആഫ്റ്റർ ബ്ലെസ്സിങ്സ് നടക്കാൻ പോവുക. ദൈവമക്കളെ, ഈ വർഷങ്ങൾ ആ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതിനു മുന്നേയും അനുഗ്രഹിക്കപ്പെട്ട സൂപ്പർ നാച്ചുറൽ ടെസ്റ്റിമണി നമ്മളോട് ദേവദാസൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്ന് വളരെ തിരക്കുണ്ടായിരുന്നു, ശുശ്രൂഷയ്ക്കൊക്കെ പോയിട്ട് തളർന്നാണ് നമ്മുടെ നടുവിൽ വന്നേക്കണേ. എനിവേ വി ആർ സോ ബ്ലെസ്ഡ്. ഹല്ലേലൂയ. മോഹൻ പാസ്റ്റർ നമ്മുടെ നടുവിലുണ്ട്. കർത്താവിന്റെ ദാസൻ നമ്മുടെ നടുവിൽ ശുശ്രൂഷിക്കും. പ്രാർത്ഥനയോടെ കൂടെ ഇരുന്നാട്ട്. വെൽക്കം പാസ്റ്റർ, വെൽക്കം ടു ദിസ് സൂപ്പർ നാച്ചുറൽ മിറക്കിൾ മീറ്റിംഗ്. ഞങ്ങളെ ശുശ്രൂഷിച്ചാട്ടെ. എല്ലാ കർത്താവിന് പ്രിയമുള്ളവർക്കും കർത്താവിന്